എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ചെയ്യുന്നത് കൊഞ്ച് അച്ചാറിടുന്നൊരു വീഡിയോ ആണ്. അപ്പം നമുക്ക് വേണ്ടത് 250 ഗ്രാം കൊഞ്ചിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതെല്ലാം കൂടി മിക്സ് ചെയ്ത് അടച്ച് കുറച്ച് നേരം വയ്ക്കുക. പിന്നെ നമ്മൾ 1 കുടം വെളുത്തുള്ളിക്കും ഇത്ര അളവിൽ ഇഞ്ചിയും 4 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞതും, ആവശ്യത്തിന് കരിവേപ്പില, ഇത്ര സാധനങ്ങൾ അരിഞ്ഞു വയ്ക്കുക. പിന്നെ നമ്മൾ നമ്മുടെ ഈ കൊഞ്ച് വറുത്തെടുക്കാൻ എണ്ണ ചൂടായതിന് ശേഷം ഈ കൊഞ്ച് അതിലേക്കിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഏകദേശം വറുത്ത് പാകമായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്, ഒരു മണത്തിനും ടേസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ട്. നമ്മൾ ആ എണ്ണ തന്നെ ഉപയോഗിച്ച് അതിലേക്ക് കടുകും അതേപോലെ കരിവേപ്പിലയും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിയല്ല, നന്നായി വറുത്തതുപോലെ എടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ഒരു 2 നുള്ളു ഉലുവാപ്പൊടി, കൂടിപ്പോയാൽ കയ്പുണ്ടാവും, അത്ര ഉലുവാപ്പൊടി ചേർക്കുക. അതിലേക്ക് 4 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി, അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് എണ്ണയിൽ നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറും വരെ അത് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ആഡ് ചെയ്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഏകദേശം ഇത്രയും ആ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ്സോളം വെള്ള വിനാഗിരി, വൈറ്റ് വിനെഗർ ഒഴിച്ച് മിക്സ് ചെയ്യാം. അപ്പം ഈ വിനെഗറിൻ്റെ അളവ് വേണമെങ്കിൽ കുറയ്ക്കാം, ആവശ്യത്തിന് വേണമെങ്കിൽ ആഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കി, ഇല്ലെങ്കിൽ അല്പം കൂടി ചേർക്കുക. നമ്മുടെ ചെമ്മീൻ അച്ചാർ റെഡിയായി. ഇത് നമുക്ക് വൃത്തിയുള്ള നനവില്ലാത്തൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി ഒരു 2-3 ആഴ്ച വരെ വിനാഗിരി ചേർത്തിട്ടുള്ളതുകൊണ്ട് പുറത്തും, അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിനകത്തും സൂക്ഷിക്കാം. ഉണ്ടാക്കി ഉടനെ തന്നെ ഇതിനല്പം പുളിയൊക്കെ കൂടുതലായിട്ട് തോന്നും, പക്ഷേ ഒരു ദിവസം ഇരുന്ന് കഴിയുമ്പം അത് കറക്റ്റ് ആയിക്കോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി ദൈവം അനുവദിച്ചാൽ വീണ്ടും കാണാം.